അമിയ അനക്കിടാള ഇന്ന് വൈകുന്നേരത്തെ പുതിയ ഉപ്പായം എങ്ങനെയുണ്ട്? എന്താണ്ടത് മലമ്പാമ്പിന്റെ തോല നിന്നെ കൊണ്ടൊന്നും വയ്യ. എന്ത് തോലാണെങ്കിൽ എന്താ റസം ലോഹിക്കാന്റെ എല്ലാത്തിനും ഇങ്ങനെ ദ്രോഹിക്കണെന്ന് ഇത്ര നിർബന്ധം അരുണേ? എന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങള് പറയും ഈ കേൾക്കും ഈ 2 ദിവസം അത്രയും തുൽമുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലും നല്ല എന്റെ അളയം കൊടുത്ത കുപ്പായട്ടാ. പിന്നെ ഇത് രണ്ടും ഞാടൂല. റഹ്മാൻക്ക് ഓൺ ഫയർ ആണല്ലോ. അമീറെന്തേ ഓനപ്പരൊക്കെ കൂടിട്ടേ അനക്ക് പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോഴത്തേക്കുള്ള കാറ് സെറ്റാക്കാൻ വേണ്ടിക്കാണ്. എന്താണ് നായ്ക്കളെ ചെയ്യുന്നത്? സംഭവം പൊളിയാട്ടാ. ഇതിലൊക്കെ കേറാണെങ്കിൽ തന്നെ ഒരു അന്തസ്സാ. അനക്കല്ല പൊളിക്കാരോ, ഓടിക്കണേ ഞാനല്ലേ. ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എടാ അമീർ എനിക്ക് എന്താ അറിയാ? എടാ ഇത് വിന്റേജാ. എടാ ബാൻഡേജ് ഒട്ടിച്ച പോലെ ഉണ്ട്. ക്രാപ്പ്. എടാ അതെന്റെ അക്കരത്തമ്മയല്ലത്. റയാനെ ഒലിപ്പിച്ച് അലമ്പാക്കരുത്, അമ്മായിക്ക് മനസ്സിലാവട്ടാ. അസ്സലാമലൈക്കും. ഇതെന്താടാ സർക്കസാര വണ്ടിയാ? അമ്മയൊക്കെ പുതിയ പിള്ളേർക്കുള്ള വണ്ടിയാണ്. മൂത്തപ്പ കണ്ടില്ല? അവിടെ എത്തുമ്പോ കണ്ടോളൂ. കേറി കാണണ്ടേട്ടാ. നോക്കി കേറിക്കോളി, തട്ടി സെപ്റ്റിക് ആവണ്ട. കുഞ്ഞോളെ കേറി. പോവാ. അമേസിംഗ്. ഇതിലാര് പോകുന്ന പറഞ്ഞേ? പുതിയാപ്പിള പോവും. പുയ്യാപ്പിള പോവൂല, പുയ്യാപ്പിള കൂട്ടുകാർ. ഞങ്ങൾ തീരുമാനിച്ചോളാം. കാണാ ആമിയ ഈ കാറിൽ പുതിയാപ്പിള പോയാലേ അന്റെ മാനാട് പോവും. അതിനെ ഇയാളെ ഞാൻ പറയും. എന്ത് പറയുന്നു? ഇത് പറയുന്നു. അതർ ഓപ്ഷൻ നോ, ഒരു ഓപ്ഷനും ഇല്ല. നീ മിണ്ടരുത്. ഇനിയൊക്കെ എന്റെ മൂത്താപ്പ നോക്കിക്കോളൂ. പോലീസ് സാധനം മൂത്താപ്പ എവിടെ ഒപ്പിച്ച് അമ്മി പറ്റി എനക്ക് വിളിച്ചില്ലേ? അനക്ക് മനസ്സിലാവില്ല, അത് കലാകാരന്മാർക്ക് മനസ്സിലാവും. ദിവസം കലാബോധം വേണം. കലാബോധം വേണം. പോണില്ലേ? ഓൻ വരണ്ടേന്ന്. പിന്നെന്തിനാ തീർത്തി വെച്ചിരുന്നു? ഒരു സംഗതിക്ക് പോകുമ്പോ സമയത്തിന് എത്തുന്നുള്ള ബോധം മനസ്സിന് വേണ്ടേ? ഓനെ വിളിച്ചപ്പോ കൊടുത്തയച്ചെന്നാ പറഞ്ഞത് പെണ്ണുങ്ങള്. വരുണ്ട്. തലേ കൊടുത്തയച്ചുള്ളൂ. പടലുണ്ട്. വണ്ടി എടുത്തോ? അതെ കാസിമേ, കൊണ്ടുവാ. ഞങ്ങൾ പോയി നിശ്ചയിച്ചിട്ടൊക്കെ വരാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. അസ്സലാമു അലൈക്കും. സമീർ അപ്പൊ എന്നാല് ഞമ്മള് വന്ന കാര്യം നോക്കല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്തിനാ കൂടിക്കണിച്ചാല് ഈ എടക്കരകത്ത് കാസിമിന്റെയും തെക്കേ വളപ്പില് സുലൈക്കയുടെയും
അലീമയുടെയും മൂത്ത മകനായ അമീൻ കാസിമിന്റെ, അതോടൊപ്പം ആനകത്ത് ബാബയുടെയും, അല്ല അങ്ങനെ തന്നെ അല്ലേ, ആനകത്ത് ബാബയുടെയും മുസ്ലിരകത്ത് സുലൈഖയുടെയും ഇളയ മകളായ ഹല പർവീനുമായുള്ള നിക്കാഹിന് തീയതി കാണാന്നുള്ളതാണ്. കഴിച്ചില്ലായി. അപ്പൊ നാളെ എല്ലാവർക്കും സൗകര്യമുള്ള ഒരു ദിവസം കണ്ടിട്ട് കാണുക. അത് ഏതെങ്കിലും ദിവസം നോക്കിയിട്ട് കാര്യമില്ല, നല്ലൊരു ദിവസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം 14-ം തീയതി നല്ലൊരു ദിവസം ഉണ്ട്. അതാവുമ്പോ 2 ദിവസം അടുത്ത് ലീവും കിട്ടുമല്ലോ. അങ്ങനെ ഓണത്തിനൊക്കെ 10 ദിവസം leave. അല്ല, ഓണത്തിന് നടത്താൻ പൂക്കള മത്സരം ഒന്നല്ലല്ലോ. അപ്പോളേ ഈ മാസം 15 ഞായറാഴ്ച ആക്കിയാൽ എന്താ എല്ലാവരും അഭിപ്രായം? അങ്ങനെ നോക്കിയാല് ഷവ്വാൽ 18 എന്താ എല്ലാരും അഭിപ്രായം? നല്ല ദിവസമല്ലേ മുസ്ലിയാരെ? എല്ലാ ദിവസവും നല്ല ദിവസം തന്നെയല്ലടോ. അപ്പൊ പിന്നെ എല്ലാവർക്കും സന്തോഷായില്ലേ? എന്നാ പിന്നെ പള്ളക്കുള്ള നോക്കിയാലാ. എന്നാ പിന്നെ കഴിക്കല്ലോ മല്ലിയാരെ. അൽ ഫാത്തിഹ. അത് നമ്മളെ ഭാഗത്ത് ഇങ്ങനത്തെ വെപ്പ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനാണ്. ഓ, വലിയ കാര്യം. ഞാൻ അവിടുത്തെ വെപ്പ് തരണ. സുബ്രേട്ടാ, നിങ്ങളിതിപ്പോ എത്തി? പുറപ്പെടുന്നതിന് മുമ്പ് വിളിക്കാന്ന് പറഞ്ഞല്ലേ? കൃത്യസമയത്ത് എത്തിച്ചേരുന്ന ഒരാൾ പുറപ്പെടുന്നതിന് മുമ്പ് വിളിക്കണമെന്നുണ്ടോ? ഷമീർ സാറോടെ സമീർ കാലത്തുണ്ട്, കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ കൈയുടെ അകത്തേക്ക് കിടന്നാലോ? ഇത് നമ്മുടെ ഇവിടെ എന്താ പരിപാടി? അമ്പായത്ത് സുബ്രഹ്മണ്യ സാറല്ലേ? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ലേ? നിങ്ങളാണോ കുക്ക്? കുക്കല്ല, ഞാൻ വെറുതെ. നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡ് മോശമായാൽ അത് ബാധിക്കുന്ന എന്റെ കമ്പനിയല്ലേ? അതത്ര മോശമായിട്ട് ഭയങ്കര അഭിപ്രായമാണ്. കൊച്ചു കുട്ടികൾ മുതൽ ടോപ്പ് സീരിയൽസിന് വരെ ഫുഡ് വർക്കായി എന്നുള്ളതാണ്. അതേതോ ദൈവഭാഗ്യം. അമ്പായത്ത് കേറ്ററിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തേ അബദ്ധം? ഞങ്ങളൊരു കേറ്ററിംഗ് ഏറ്റെടുത്താൽ അവിടെ ഒരു കൊച്ചുകുട്ടി പോലും എന്ത് വെള്ളം കുടിക്കണം തീരുമാനിക്കുന്നത് ഞങ്ങളാ.